ഇപ്പോഴും നമ്മളെ നാട്ടുകാർ ചോദിക്കില്ല, കഞ്ചാവും പിടിച്ചു പോയി ഇപ്പം തന്നെ പുറത്തു വരും. അതിന് നമുക്കൊന്നും ചെയ്യാനില്ല. 999 ഗ്രാമിന്റെ മുകളിലുണ്ടെങ്കിൽ മാത്രമേ അവനെ ജയിലിലടക്കാൻ നിലവിലുള്ള നിയമപ്രകാരം സാധ്യമാവുകയുള്ളൂ. ഇത് കൊണ്ടുവരുന്ന എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അവരെന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ 800 ഗ്രാം കൊണ്ടാണ് ഇപ്പൊ കച്ചവടം നടത്തുന്നുള്ളൂ. അപ്പോ 10 ഗ്രാം കഞ്ചാവ് കൊണ്ട് അല്ലെ 5 കഞ്ചാവ് പീടിയും കൊണ്ട് ഒരുത്തനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനില്ല. അവന്റെ ഒരു ഫോട്ടോ എടുത്ത് അവന്റെ പ്രൊഫൈൽ ഉണ്ടാക്കി അവന് ശേഷം ജാമ്യം കൊടുക്കും. 5 ആള് കൂടിയിട്ട് മദ്യപിച്ച് കഴിഞ്ഞ് ഇവിടുന്ന് റോട്ടിൽ നിന്ന് മദ്യപിച്ചാൽ 200 രൂപയാണ് നിലവിൽ ഫൈൻ ഈടാക്കുന്നത്. 0.2 ഗ്രാം MDMA കിട്ടിക്കഴിഞ്ഞാൽ അവർ ജാമ്യം കൊടുക്കണം. കച്ചവടത്തിന് വേണ്ടി ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കണമെങ്കിൽ, കഞ്ചാവ് കച്ചവടത്തിന് വേണ്ടി കൊണ്ടുവരണം എന്ന് പറയണമെങ്കിൽ 1 കിലോന്റെ മേലെ വരണം. അതുപോലെ MDMA അത് ചെറിയ അളവിൽ 1 ഗ്രാമിന് 4 ഞാൻ പറഞ്ഞില്ല, ചെറിയ അളവിൽ. പക്ഷെ ഇതിന്റെ ഒരു വലിയ സങ്കടം എന്താന്ന് പറഞ്ഞാല് ഈ 4000 രൂപ വില 1 ഗ്രാമിന് വില വരുന്നത് കൊണ്ട് പലപ്പോഴും കുട്ടികൾ എന്ത് ചെയ്യുന്നാൽ ഒരു നെറ്റ്വർക്ക് പോലെ ഇത് 1 ഗ്രാം വാങ്ങിക്കും, അതിൽ നിന്ന് 1/4 ഗ്രാം ഉപയോഗിക്കും, ബാക്കി 3/4 ഗ്രാം 1 ഗ്രാമിന്റെ വിലക്ക് വെക്കും. ഇപ്പം നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമായത്. ഇത് തൂക്കിയൊന്നും നോക്കാൻ ആരും ചോദിക്കൊന്നുമില്ല. കിട്ടുന്ന പൈസക്ക് വാങ്ങിക്കും, ഉപയോഗിക്കും, എടുത്തു പോകും. നിയമം മാറേണ്ടതുണ്ട്. നിയമം മാറിക്കഴിഞ്ഞാലാണ് നിയമം നടപ്പിലാക്കുന്ന ലോ എൻഫോഴ്സ്മെന്റ് ഓഫീസർമാർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. എന്നിട്ട് നിങ്ങൾ നാട്ടിൽ നിന്ന് പോലീസുകാരെ ചീത്ത വിളിക്കും, അവൻ എന്തോ തെറ്റ് ചെയ്തു. ഇത് സത്യമാണ്.